ഹായ് നമസ്കാരം. നോക്കൂ, ഇന്നൊരു സൂപ്പർ ടേസ്റ്റി അയില പൊരിച്ചത്. ഇത് സാധാരണ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടോ അല്ല ഉപ്പ് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഇത്ര മാത്രം ഇട്ടിട്ട് പൊരിച്ച അയില അല്ല. ഇത് സൂപ്പർ ടേസ്റ്റി അയില. ഇവിടെ ഞാനൊരു 7 അയില എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ അതിൽ പാല കയറ്റി വെച്ചിട്ട് അതിനിങ്ങനെ ക്രോസ് മാർക്ക് ഇടണം. നല്ല അയില. ഈ തലശ്ശേരിയിൽ മംഗലാപുര അയിലല്ല ബാംഗ്ലൂരിൽ വരും. അപ്പോൾ നല്ല അയില അത്. ഈ തലശ്ശേരിയിൽ നിന്ന് പിന്നെ മാംഗ്ലൂർ സൈഡിൽ നിന്ന് വരുന്ന അയില. അപ്പോൾ ഈ അയിലനെല്ലാം കയറ്റി വെച്ച് ഞാൻ കടലിൽ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവന്ന്. ഇപ്പോൾ ഇതിന് ക്രോസ് ലൈൻ ഇടണം. എന്തിനും നമുക്ക് ഉപ്പ് കാരം പുളി എല്ലാം വലിച്ചെടുക്കണം. അല്ല ഇവിടെ ഇപ്പം ഞാൻ വള്ളിമുളക് കുറച്ച്, പിന്നെ കുറച്ച് കാരത്തിൻ്റെ മുളക് ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു ഉള്ളി, കുറച്ച് കുരുമുളകും, അങ്ങനെ കുറച്ച് മല്ലി, പിന്നെ ഉപ്പ്, കുറച്ച് ചെറിയ ലെമൺ സൈസ് പുളി, കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് ഇപ്പോൾ ഞാൻ ഇതിനെ നല്ല പാല് നൈസായിട്ട് കടിഞ്ഞിട്ട് കൊണ്ടുവന്ന്. ഇനി ഭയങ്കര ലൂസായിട്ട് പേസ്റ്റാക്കാനല്ല, ഭയങ്കര ടൈറ്റ് പേസ്റ്റല്ല, മീഡിയമായിട്ട് അതിനെ പേസ്റ്റാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിടണം. അപ്പോൾ ഞങ്ങൾ പുളി ഇട്ടെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് അതിനിടണം. ഒരു പാതി ലെമൺ മതി. പുളി ഇട്ടില്ലെങ്കിൽ ഫുള്ള് ലെമൺ ഇട്ടോളൂ, ഇല്ലെങ്കിൽ ഒരു പാതി ലെമൺ മതി. ഇപ്പോൾ ഉപ്പെല്ലാം ഉണ്ടാകുന്ന കറക്റ്റ് നോക്കിയിട്ട് ഇതിനെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് മാരിനേറ്റ് ആക്കിയിട്ട് വെക്കണം. സാധാരണ ഒരു 1-1.5 മണിക്കൂറെല്ലാം ഇങ്ങനെ വെക്കുക. അയിലാന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ അയിലല്ലേ, നല്ല ഉപ്പ് കാരെല്ലാം വലിച്ചെടുത്തിട്ടാകുമ്പോൾ നല്ല ഒരു സൂപ്പർ ടേസ്റ്റ് കിട്ടും ഞങ്ങൾക്ക്. അങ്ങനെ ചില്ലി ഫ്ലേക്സിൻ്റെ മീത്തെല്ലാം ചില്ലി ഫ്ലേക്സിന് ഇടണം. ഇട്ടിട്ട് അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കാൻ തുടങ്ങണം. ഇങ്ങനെ നമ്മൾ ഇരുമ്പ് ചട്ടി എടുത്തിട്ട് അതിന് കുറച്ച് എണ്ണ പോർന്നിട്ട് ഞങ്ങളെല്ലാം തേങ്ങ എണ്ണയിലേ ആക്കുന്നത്. തേങ്ങ എണ്ണക്ക് 5000 എങ്കിലും ഞങ്ങൾ തേങ്ങ എണ്ണ കുറച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ തേങ്ങ എണ്ണയാണ് ഞങ്ങൾക്ക്. മറ്റേ എണ്ണയിലെ കുറച്ച് ദൂരം ഇതിന് തൊണ്ട നമ്പലാന്ന് ഞങ്ങൾക്ക് മറ്റേ എണ്ണയെല്ലാം തിന്നങ്ങ്. അല്ലെങ്കിൽ ഇത് അഭ്യാസമായിപ്പോയി ഞങ്ങൾക്ക്. ഇപ്പം അതൊരു ഭാഗം എല്ലാം നല്ല കാഞ്ഞ പിന്നെ ഒരു ഭാഗം ഇങ്ങനെ മറിച്ചിടണം. 2 ഭാഗം എന്തെല്ലാം ഒരു 5 നിമിഷത്തിന് മേത്ത ഫ്രൈ ആണ്. എന്തെങ്കിലും നല്ല തടീൻ്റെ അയിലല്ലേ, ചെറിയ അയിലെങ്കിൽ വേഗമാണ്. അപ്പോൾ ഈ മസാല എല്ലാം വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇതിനെ വീട്ടിലുണ്ട് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ബോയിൽഡ് റൈസ്, വൈറ്റ് റൈസ് എല്ലാത്തിനും പിന്നെ അങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ്. ഈ വെള്ളുള്ളി ഇഞ്ചിയെല്ലാം ഭയങ്കര ടേസ്റ്റല്ലേ. ഇഞ്ചി ഇട്ട് ഞാൻ എല്ലാവരും വീട്ടിലിങ്ങനെ ആക്കിയിട്ട് നോക്കൂ. അങ്ങനെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് അയക്കൂ. പ്ലീസ് സപ്പോർട്ട് മീ. ടാറ്റ ബൈ ബൈ.